നല്ല ഒരു ടൈഗർ പ്രോൺസ് പ്രിപ്പറേഷനാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കാന്താരിമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എനിക്കിതേ നല്ല കുറച്ച് വലിയ ടൈഗർ പ്രോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തലയുടെ കുറച്ച് ഭാഗം കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ആരും കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഉപ്പ് മാത്രം പുരട്ടി ഒരു 10 മിനിറ്റ്സ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. എല്ലാത്തിനും ഉപ്പ് പുരട്ടി കീപ്പ് ചെയ്യണം. അതായിട്ട് പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഞാനൊരു 10-12 കാന്താരിമുളക്, 2-3 അല്ലി ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കും. അതാണ് അതിൻ്റെ ഗ്രേവി. ഇനി നമുക്ക് ആദ്യം ആ ഉപ്പ് പുരട്ടി വെച്ച ടൈഗർ പ്രോൺസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം നമുക്ക് ഓരോ ടൈഗർ പ്രോൺസ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറാണ് ഭയങ്കര ഭംഗിയാണ്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നല്ലൊരു ഓറഞ്ച് കളർ വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിങ്ങനെ ചെറുതായിട്ടൊരു ഓറഞ്ച് കളറായി വരുന്നുണ്ട്. 2 സൈഡ് നല്ല ബ്രൗൺ ആയിട്ട് നമുക്കൊന്ന് ബ്രൗൺ അല്ല ഒരു ഓറഞ്ച് കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് വലിയ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് 2-ാം പാൽ, നാളികേരത്തിൻ്റെ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. 2 സൈഡ് ഓറഞ്ച് നിറമായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം ആ ചെമ്മീൻ്റെ അകത്ത് പിടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് തിളച്ച് ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ആ ഗ്രേവിയിൽ നിന്ന് ആ വെന്ത പ്രോൺസിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ തേങ്ങാപ്പാലൊന്ന് വറ്റി വരണം. ആ സമയം കൂടെ നമ്മൾ പ്രോൺസ് അതിനകത്ത് ഇട്ടാൽ അത് കൂടുതൽ വെന്ത് പോകും. അത് തേങ്ങാപ്പാൽ വറ്റി വന്നു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാന്താരി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ആ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അതായത് ചെറിയ തീയിൽ മീഡിയം ഹീറ്റിൽ വേണം നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. അതിനകത്തോട്ട് നമുക്ക് 2-ാം പാലിൻ്റെ ബാക്കി കുറച്ചും ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് തലപ്പാലും ആഡ് ചെയ്ത് കൊടുക്കാം. തലപ്പാൽ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അധികം ചൂടാക്കണ്ട. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ ഫ്രഷ് ക്രീമും പിന്നെ നല്ല പച്ച കുരുമുളകും, ഹോളായിട്ട് നമുക്ക് പച്ച കുരുമുളക് അതിനൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊരു ഫ്യൂഷൻ ഡിഷാണ്. നമ്മൾ നാടനും അല്ല എന്നാൽ ക്വാണ്ടിറ്റി അല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഞാൻ ആ ടൈഗർ പ്രോൺസിനെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ മുകളിൽ ആ സോസ് ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. നമുക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സും മുകളിൽ വിതറി കൊടുത്താൽ ഗാർണിഷും ആവും. അപ്പോൾ അഭിപ്രായം അറിയിക്കുമല്ലോ.